ദിലീപേട്ടന്റെ ഭയങ്കര ഫാൻ ബോയ് ആണെന്ന് തോന്നുന്നു ജിൻഡോ. ആ ഒരു എക്സൈറ്റ്മെന്റില് രാവിലെ തുടങ്ങി പുള്ളി ഒരു ചോദ്യം ഇങ്ങനെ പറഞ്ഞു പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു ചോദ്യം ചോദിക്കുന്നതിനോടൊപ്പം തന്നെ ദിലീപേട്ടന്റെ സിനിമ 100 അല്ല 200 അല്ല 300 ദിവസവും ഓടും, കോടിക്കോടി കളക്ഷൻ ക്ലബ്ബ് ഭേദിക്കും എന്നൊക്കെ പറഞ്ഞ് ജിൻഡോയുടെ ഒറ്റ തള്ളാണ്. എയറിലാവുമെന്ന് മനസ്സിലാക്കിയ ദിലീപേട്ടൻ അപ്പൊ തന്നെ പറയുന്നുണ്ട്, ഈ സിനിമ നാട്ടുകാർ കാണണം എന്നൊരു ഒറ്റ ആഗ്രഹവും പ്രാർത്ഥനയുമേ എനിക്കുള്ളൂ. പുള്ളി പ്രൊഡ്യൂസറാണ്, നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ 200-300 ദിവസം ഓടിയനായി. ഇപ്പൊ OTTയും വേൾഡ് വൈഡ് റിലീസിങ്ങും ഒക്കെ ആയതുകൊണ്ട് 30 ദിവസത്തെ വിൻഡോ പോലും നമുക്ക് കിട്ടില്ല. 50 ദിവസമൊക്കെ കിട്ടിയാൽ ലോട്ടറി എന്നൊക്കെ ദിലീപേട്ടൻ പറയുന്നുണ്ട്. അപ്പൊ ജിൻഡോ ലൈറ്റ് ആയിട്ടൊന്ന് ചമ്മുന്നുണ്ട്. അതൊക്കെ ശരിയാണല്ലോ എന്ന് ഓർത്തു തോന്നുന്നു. പുള്ളിയെ പറഞ്ഞിട്ട് കാര്യമില്ല, 50 ദിവസമായി പുറം ലോകമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ ആയിട്ട്. അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങളും മണ്ടത്തരങ്ങളും ഒക്കെ ക്വയറ്റ് നാച്ചുറൽ ആണ്. പിന്നെ ജിൻഡോ ദിലീപേട്ടനോട് ഒരു അവസരം ചോദിക്കുന്നുണ്ട് സിനിമയില്. ദിലീപേട്ടന്റെ വില്ലനായിട്ട് അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെന്നോ മറ്റോ പറയുന്നുണ്ട്. അപ്പൊ ദിലീപേട്ടൻ പറയുന്നത്, തീർച്ചയായിട്ടും ജിൻഡോ അവസരം തരാം, ജിൻഡോ ഇപ്പൊ ഭയങ്കര ഫേമസ് ആയി, അതുകൊണ്ട് അവസരം തന്നിരിക്കും എന്നൊക്കെ ദിലീപേട്ടൻ പറയുന്നുണ്ട്. ജിൻഡോ അവസരം ചോദിച്ചതിന്റെ വാലിൽ തൂങ്ങിയാണ് പിന്നീട് അപ്സര അവസരം ചോദിച്ചത്. ഇവർ രണ്ടുപേരുമേ അവസരം ചോദിച്ചുള്ളൂ എന്നതാണ് സത്യം. എന്തായാലും ജിൻഡോയെ ദിലീപേട്ടൻ നോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് കേട്ടോ. കാരണം ഈ കാലത്ത് ഒരു സിനിമ 300 ദിവസം ഓടും എന്ന് പറഞ്ഞ ഒരാളെ ദിലീപേട്ടൻ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ സാധ്യതയില്ല. ജിൻഡോ പിന്നെ ഇങ്ങനെയാണ്, കുറെ ചാണക്യ ബുദ്ധിയും പിന്നെ കുറച്ച് മണ്ടത്തരങ്ങളും സിഐഡിത്തരവും പിന്നെ കോമഡിയും ഒക്കെയാണ് ആ ഒരു മനുഷ്യൻ. അതുകൊണ്ട് നമുക്ക് ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. ദിലീപേട്ടനും അത് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. കാരണം റെഗുലർ ആയിട്ട് ബിഗ് ബോസ് കാണുന്ന ഒരാളാണെന്നാണ് പറഞ്ഞത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.